ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ അനസ്തെറ്റിക്സ് ആണ് കേട്ടോ. സോ അതിൽ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള എയിംസോ അല്ലെങ്കിൽ RRBയുടെ ഒക്കെ എക്സാമിന് ലോക്കൽ അനസ്തെറ്റിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആയിട്ടിരിക്കാനും പറ്റും. ഓക്കെ, സോ നമുക്ക് ലോക്കൽ ഈ ഒരു നമുക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഈ പറയുന്ന എയിംസിൻ്റെ എക്സാമിനും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വരുന്ന എക്സാമിനും ഏതൊരു കേരള ഫാർമസിസ്റ്റ് എക്സാമിനും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫാർമക്കോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൽ ഓരോരോ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി. ഓക്കെ, ഓരോ ടോപ്പിക്കിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റേറ്റിലും സെൻട്രൽ ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ അനസ്തെറ്റിക്സ് ആണ്. സോ ലോക്കൽ അനസ്തെറ്റിക്സിന് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. കാരണം എന്നാലും ഒരു ഐഡിയ കിട്ടുള്ളൂ നമുക്ക് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റത്തെ ഒരു കാര്യം ലോക്കൽ അനസ്തെറ്റിക്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്കൽ അനസ്തെറ്റിക്സ് ഡ്രഗ്സ് നമുക്ക് എന്താണെന്നറിയാലോ, ടോപ്പിക്കലി അല്ലെങ്കിൽ നമ്മൾ ലോക്കലി നമുക്കൊരു അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സ് ഉപയോഗിക്കുന്നത് അല്ലേ. സോ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്, വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നത് വഴി സോഡിയം അയോൺസ് എന്ത് ചെയ്യുന്നില്ല, സെല്ലിനകത്തേക്ക് കയറുന്നില്ല, ഡീപോളറൈസേഷൻ നടക്കുന്നില്ല അവിടെ അല്ലേ. സോ അങ്ങനെ അത് നമുക്കൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു ലോക്കൽ അനസ്തേഷ്യ നമുക്ക് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. സോ ലോക്കൽ അനസ്തെറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ എക്സാം ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നത് വീക്ക് ബേസ് ആണെന്നുള്ളൊരു കാര്യമാണ്. വീക്ക് ബേസസ് ആണ് ഇവർ, അതൊന്ന് ഓർത്ത് വയ്ക്കുക ഒന്നാമത്തെ പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീക്ക് ബേസസ് ആയിട്ടുള്ള ഡ്രഗാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കണമല്ലോ. മാക്സിമം നമുക്കറിയാം ഒരു സാധനം അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളത് എന്ത് ഫോം ആയിരിക്കണം, ലിപ്പിഡ് സൊല്യൂബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ അൺഅയണൈസ്ഡ് ഫോമിലായിരിക്കണം അല്ലേ. സോ ആ ഒരു വീക്ക് ബേസസ് ആയതുകൊണ്ട് തന്നെ ഇത് അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുന്നത് എപ്പോഴായിരിക്കും, ആൽക്കലൈൻ pH അല്ലേ. ആൽക്കലൈൻ pH വരുമ്പോഴായിരിക്കും ഇത് അൺഅയണൈസ്ഡ് ഫോമിൽ നമുക്ക് നിൽക്കുന്നത്. സോ അതുകൊണ്ട് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത് ആൽക്കലൈൻ pHലായിരിക്കും. അത് ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂസോ അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ വരും, പസ്സൊക്കെ ഉള്ള കേസ് ഉണ്ടല്ലോ. ആ ഒരു കേസിൽ ഇത് അസിഡിക് pH ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു കേസൊക്കെ വരുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ആൽക്കലൈൻ pHലാണ് ഇത് അബ്സോർപ്ഷൻ മാക്സ് നടക്കുക. അസിഡിക് pHൽ അബ്സോർപ്ഷൻ കുറവായിരിക്കും. എങ്ങനത്തെ കേസിൽ, ഇൻഫ്ലെയിംഡ് ഓർ ഇൻഫെക്റ്റഡ് ഏരിയ ഉള്ള കേസിൽ. സോ ആ ഒരു കേസ് വരുമ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും, ഇതിൻ്റെ ആക്ഷനും കുറവായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്നതുണ്ടോ. ഒന്നാമത്തെ നമുക്കറിയാം സർഫസ് അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഇഞ്ചക്റ്റബിൾ ടൈപ്പും ഉണ്ടായിരിക്കും. സർഫസ് അനസ്തെറ്റിക്കിൽ വരുന്ന ലിഗ്നോകൈൻ, കൊക്കൈൻ, ടെട്രാകൈൻ, ബെൻസോകൈൻ, ഓക്സെറ്റാകൈൻ, പ്രൊപ്പരാകൈൻ. ഓക്കെ, സോ ഇഞ്ചക്റ്റബിളിൽ വരുന്ന ഷോർട്ട് ആക്ടിംഗ് ആയിട്ടുള്ള ഡ്രഗ്, ഷോർട്ട് ആക്ടിംഗ് ആസ് വെൽ ആൻഡ് ലോ പൊട്ടൻസി ഉള്ള മെഡിക്കേഷൻസ് അതേതൊക്കെയാണ്, പ്രൊക്കെയിൻ ആൻഡ് ക്ലോറോപ്രൊക്കെയിൻ. ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ആയിട്ടുള്ള ഏതാണ്, ലിഗ്നോകൈൻ ആൻഡ് പ്രിലോക്കെയിൻ. ലോങ് ആക്ടിംഗ് മെഡിക്കേഷൻ ഏതാണ്, ടെട്രാകൈൻ തന്നെ കേട്ടോ. അമിത്തോകെയിൻ എന്ന് പറയുന്നത് അത് മാറിപ്പോയി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അമിത്തോകെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയത് അമിത്തോകെയിൻ ഏതാണ്, അത് അങ്ങനെ ടെട്രാകൈനാണ് പറയുന്നത്. ബുപ്പിവാക്കെയിൻ, ഡിബുക്കെയിൻ, റൊപ്പിവാക്കെയിൻ ആൻഡ് എറ്റിഡോക്കെയിൻ. സോ ഇതിൽ ലിഗ്നോകെയിൻ, ലിഡോക്കെയിൻ രണ്ടും സെയിം ആണ്. ടെട്രാകൈൻ, അമിത്തോകൈൻ രണ്ടും സെയിം ആണ്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഫാർമക്കോളജി സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു കോഡ് പോലത്തേക്ക് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ പറയുന്നത് ഈ സർഫസ് അനസ്തെറ്റിക്സ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ TB ലോക്ക് എന്നുള്ളൊരു കോഡ് ഓർത്ത് വയ്ക്കുക. TB ലോക്ക് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, K1 ഇട്ട് കൊടുക്കുക കേട്ടോ, TB ലോക്ക്. ഓക്കെ, കാരണം ഇത് മെയിൻ ഡ്രഗ്സ് ഇതിൽ വരും. കാരണം T4 എന്താണ്, ടെട്രാകൈൻ, B4 എന്താണ്, ബെൻസോകെയിൻ, L4 ലിഗ്നോകെയിൻ, O4 ഓക്സിറ്റാകെയിൻ ആൻഡ് C4 കൊക്കെയിൻ. ഓക്കെ, സോ ഇത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സർഫസ് ഡ്രഗ് ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സർഫസ് അനസ്തെറ്റിക് ആണ്, ലോക്കൽ ഇഞ്ചക്റ്റബിൾ ടൈപ്പ് ഓഫ് അനസ്തെറ്റിക് ആണോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു കോഡ് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. രണ്ടാമത്തെ ഒരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടാതെ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ. അത് ഏതൊക്കെയാണ്, ഒന്നാമത്തെ എസ്റ്റേഴ്സ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, രണ്ടാമത്തെ അമൈഡ്സ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. ഓക്കെ, സോ എസ്റ്റേഴ്സിൽ വരുന്ന ഡ്രഗ്സ് സാധാരണ വന്നിരിക്കുന്നത് കൊക്കെയിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, പ്രൊക്കെയിൻ വരുന്നുണ്ട്,
അതുപോലെ എന്താണ് ക്ലോറോപ്രോക്കെയിൻ ഉണ്ട്, ബെൻസോക്കെയിൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയുക എസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അമൈഡ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ലിഗ്നോക്കെയിൻ. ഓക്കെ, ലിഗ്നോക്കെയിൻ. അതുപോലെ എന്താണ് ടെട്രാക്കെയിൻ വരുന്നില്ല. ഓക്കെ, ലിഗ്നോക്കെയിൻ വരുന്നുണ്ട്. അതുപോലെ ബുപ്പിവാക്കെയിൻ. ഓക്കെ, ബുപ്പിവാക്കെയിൻ വരുന്നുണ്ട്. പ്രിലോക്കെയിൻ വരുന്നുണ്ട്. പ്രിലോക്കെയിൻ. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്? ഇത് എസ്റ്റേഴ്സ് ആൻഡ് ജസ്റ്റ് എന്നൊന്ന് പറയുന്നുള്ളൂ, ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ പോലെ പറഞ്ഞാൽ കേട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എസ്റ്റേഴ്സിൻ്റെ അമൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, രണ്ട് അടുത്ത ക്ലാസിഫിക്കേഷനാണ്. ഇത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഇതൊരു ലിപ്പോഫിലി പാർട്ടുണ്ട്, ഹൈഡ്രോഫിലി പാർട്ടുണ്ട്. ഈ ഒരു ലിപ്പോഫിലി പാർട്ടും ഉണ്ടായിരിക്കും, ഒരു ഹൈഡ്രോഫിലി പാർട്ടും ഉണ്ടായിരിക്കും. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നെങ്കിൽ എസ്റ്റർ ബോണ്ട് വഴിയായിരിക്കും, എസ്റ്റർ ലിങ്കേജ് ആയിരിക്കും, അല്ലെങ്കിൽ അമൈഡ് ലിങ്കേജ് ആയിരിക്കും. സോ ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത്. എസ്റ്റർ ലിങ്കേജ് ആണ് എസ്റ്റേഴ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ വരും. അമൈഡ് ലിങ്കേജ് ആണ് അമൈഡ് എന്നുള്ള ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് വരും. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് ഒന്നാമത്തെ, നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ, താഴെ തന്നിരിക്കുന്ന എസ്റ്റേഴ്സ് ആണോ അമൈഡ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു ഐ മാത്രമുള്ളെങ്കിൽ, ഇംഗ്ലീഷ് ലെറ്റർ ഐ ഇല്ലേ, ഇതിലുണ്ട് ഒരു ഐ മാത്രമുള്ളെങ്കിൽ അത് എസ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് കൊക്കെയിനിൽ ഒരു ഐയല്ലേ ഉള്ളൂ, പ്രൊക്കെയിനിൽ ഒരു ഐ ഉള്ളൂ, ബെൻസോക്കെയിനിൽ ഒരു ഐ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ക്ലോറോപ്രൊക്കെയിൻ ഒരു ഐ ഉള്ളൂ, ടെട്രാക്കെയിൻ അതൊരു ഐ ഉള്ളൂ. അതൊക്കെ എന്താണ് എസ്റ്റർ ലിങ്കേജ് ആണ്. ഓർത്തേക്ക് എളുപ്പത്തിന് കേട്ടോ ഞാൻ പറയുന്നത്. രണ്ട് ഐ ഉണ്ടെങ്കിൽ ലിഗ്നോക്കെയിൻ, അതുപോലെ ഇവിടെ രണ്ട് ഐ കണ്ടോ, എല്ലായിടത്തും ഇംഗ്ലീഷ് ലെറ്റർ രണ്ട് ഐ ഉണ്ടെങ്കിൽ അത് അമൈഡ് ലിങ്കേജ് ആയിരിക്കും. അതൊരു ഈസി മെത്തഡാണ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ജസ്റ്റ് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം, ക്ലാസിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു മാത്രം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, ഇത് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കേട്ടോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. സോ ലോക്കൽ അനസ്തെറ്റിക്സ് ആക്ട് ബൈ ബ്ലോക്കിംഗ് പൊട്ടാഷ്യം ചാനൽസ്, കാൽഷ്യം ചാനൽസ്, സോഡിയം ചാനൽസ്, ക്ലോറൈഡ് ചാനൽസ്. സോ ഇതിൽ ഞാൻ ആൻസറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലോക്കൽ അനസ്തെറ്റിക്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ആക്ടിങ് ബൈ വോൾട്ടേജ് ഗേറ്റഡ്. ശ്രദ്ധിക്കുക, വോൾട്ടേജ് ഗേറ്റഡ്. വേറെ ടൈപ്പൊക്കെ തന്നു, ചിലപ്പോൾ സോഡിയം ചാനൽസിൻ്റെ പേര് തരാം, പക്ഷേ വോൾട്ടേജ് ഗേറ്റഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. സോഡിയം ചാനൽസ് ആണ്. ഓക്കെ, കൊക്കൈൻ ഈസ് യൂണിക് എമംഗ് ദ ലോക്കൽ അനസ്തെറ്റിക്സ് ബിക്കോസ് ഇറ്റ് കോസ് വാസോ ഡൈലേഷൻ, ഇറ്റ് കോസസ് വാസോ കൺസ്ട്രക്ഷൻ, ഇറ്റ് ഹാസ് നോ CNS എഫക്ട്, ഇറ്റ് ഈസ് ആൻ അമൈഡ്. സോ ഇതിൽ നമ്മൾ ശരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് കോസ് വാസോ കൺസ്ട്രക്ഷൻ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ വാസോ ഡൈലേറ്റർ ആണ്. മിക്കതും എന്താണ് വാസോ ഡൈലേഷൻ ആക്ഷൻ, അതായത് ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, ഡൈലേറ്റ് ചെയ്യും. ഡൈലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇത് പെട്ടെന്ന് നമുക്ക് ബ്ലഡ് വെസൽസ് എല്ലാം ഡൈലേറ്റ് ആയപ്പോൾ പെട്ടെന്ന് സിസ്റ്റമിക് അബ്സോർപ്ഷൻ നടന്നു അല്ലേ. അബ്സോർപ്ഷൻ നടക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ ആക്ഷൻസ് ഒക്കെ വളരെ ഷോർട്ട് ആൻഡ് ആക്ഷൻസ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. ഓക്കെ, പക്ഷേ കൊക്കെ എന്ന് പറയുന്നൊരു വാസോ കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ എപ്പിനെഫ്രിൻ അതായത് നോറഡ്രാലിൻ പോലത്തെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്, അതായത് ഇത് നമുക്ക് എന്താ ബ്ലീഡിങ് കുറയ്ക്കുക, അത് കുറേ നമുക്ക് പഠിക്കാനില്ല. ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സിസ്റ്റമിക് ടോക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു കേസിനൊക്കെയാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കേസ് ഓർത്ത് വയ്ക്കുക. അത് വേറൊരു കേസ്, അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് കൊക്കൈൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇതിനൊരു വാസോ കൺസ്ട്രക്ടർ എഫക്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും നമുക്ക് ഈ കൊക്കൈൻ വഴി കിട്ടുന്നത്. മനസ്സിലായോ? ഓൾറെഡി ഇതിനൊരു വാസോ കൺസ്ട്രക്ടർ പ്രോപ്പർട്ടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ബ്ലോക്ക് ദ റീഅപ്ടേക്ക് ഓഫ് എന്താണ് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാണ്ടായിരുന്നില്ല, ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കേസിൽ വരുമ്പോൾ ഇതിന് ഓൾറെഡി വാസോ കൺസ്ട്രക്ടർ എഫക്റ്റ് ഉണ്ട്. സോ അത് നമ്മൾ സാധാരണ നേസൽ സർജറിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കൈൻ ഉപയോഗിക്കുന്നത്, ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ അമൈഡ് ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക്? അമൈഡ് ടൈപ്പ് ഇപ്പോൾ ഇത്തിരി മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അമൈഡ് എന്നുള്ളത് നമ്മൾ ഓർക്കാൻ വേണ്ടി രണ്ട് ഐ ഉള്ളതായിരിക്കും വരിക എന്നുള്ളത് എളുപ്പത്തിൽ. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രൊക്കെയിൻ ഉണ്ട്, ടെട്രാക്കൈൻ ഉണ്ട്, ലിഗ്നോക്കെയിൻ ഉണ്ട്, ആൻഡ് കൊക്കെയിൻ ഉണ്ട്. സോ ഇതിൽ ഏതാണ് അമൈഡ് ടൈപ്പ് വരുന്നത്? ലിഡോക്കെയിൻ അല്ലേ, രണ്ടായുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ലോക്കൽ അനസ്തെറ്റിക് ഈസ് യൂസ്ഡ് ആസ് ആൻറ്റി അരിത്മിക് ഏജൻറ്റ്. ഇത് എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ബുപ്പിവാക്കെയിൻ, ലിഗ്നോക്കെയിൻ, കൊക്കെയിൻ, ക്ലോറോപ്രൊപ്പെയിൻ ഏതാണ് യൂസ് ചെയ്യുന്ന ആൻറ്റി അരിത്മിക് ഏജൻറ്റായിട്ട്? ലിഗ്നോക്കെയിൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോക്കൽ അനസ്തെറ്റിക് ഈസ് കോൾഡ് യൂണിവേഴ്സൽ അനസ്തെറ്റിക് എന്ന് വിളിക്കുന്ന ലോക്കൽ അനസ്തെറ്റിക് ഏതാണ്? പ്രൊക്കെയിൻ, റുപ്പിവാക്കെയിൻ, ലിഗ്നോക്കെയിൻ, ബുപ്പിവാക്കെയിൻ. യൂണിവേഴ്സൽ അനസ്തെറ്റിക് എന്ന് വിളിക്കുന്നത് നമ്മുടെ ലിഗ്നോക്കെയിനെയാണ് കേട്ടോ. അത് നോക്കി ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോക്കൽ അനസ്തെറ്റിക് ഈസ് മോർ കാർഡിയോടോക്സിക്? കാർഡിയോടോക്സിറ്റി ഏറ്റവും കൂടിയത് ആർക്കാണ്? പ്രൊക്കെയിൻ, ബുപ്പിവാക്കെയിൻ, ലിഗ്നോക്കെയിൻ, മെപ്പിവാക്കെയിൻ. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ കാർഡിയോടോക്സിക് ആയിട്ടുള്ള ബുപ്പിവാക്കെയിൻ ആണ്. ഓക്കെ, അടുത്തത് ഇൻഡിക്കേറ്റ് ദ ലോക്കൽ അനസ്തെറ്റിക് വിച്ച് ഈസ് എ ലോങ് ആക്ടിങ് ഏജൻറ്റ്. ലോങ്ങസ്റ്റ് ആക്ടിങ്. ഓക്കെ, സോ നമ്മളിവിടെ ലിഗ്നോക്കെയിൻ ലോങ് ആക്ടിങ് ഏജൻറ്റ്. ലോങ്ങസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ളതിൽ ഏറ്റവും വലുതെന്നുള്ള മീനിങ് ആണല്ലോ വരിക. ലോങ് ആക്ടിങ് ഏതാണ്? ലിഗ്നോക്കെയിൻ, പ്രൊക്കെയിൻ, ബുപ്പിവാക്കെയിൻ, മെപ്പിവാക്കെയിൻ. സോ നമ്മളിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചില്ലേ ഷോർട്ട് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ്. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ലോങ് ആക്ടിങ്? ദാറ്റ് ഈസ് ബുപ്പിവാക്കെയിൻ. ഓക്കെ, അടുത്തത് ലോക്കൽ അനസ്തെറ്റിക് യൂസ്ഡ് ഇൻ ബയേഴ്സ് ബ്ലോക്ക്. ബയേഴ്സ് ബ്ലോക്കിൽ യൂസ് ചെയ്യുന്ന ലോക്കൽ അനസ്തെറ്റിക് ഏതാണ്? ബുപ്പിവാക്കെയിൻ, ലിഗ്നോക്കെയിൻ, റുപ്പിവാക്കെയിൻ ആൻഡ് പ്രൊക്കെയിൻ. സോ ഏറ്റവും പ്രോപ്പർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ബയേഴ്സ് ബ്ലോക്കിൽ ഉപയോഗിക്കുന്ന ലോക്കൽ അനസ്തെറ്റിക് ഏതാണ്? ബയേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഇൻട്രാവീനിയസ് റീജിയണൽ അനസ്തെഷ്യ നമ്മൾ പറയും. ഓക്കെ, അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ലിഗ്നോക്കെയിനും പ്രിലോക്കെയിനും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് വരുന്നത്? ലിഗ്നോക്കെയിൻ. ഓക്കെ, ഇതാണ് ഏറ്റവും സേഫസ്റ്റ് ആൻഡ് എഫക്റ്റീവ് മെഡിക്കേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബെനോക്സിനേറ്റ് കേട്ടിട്ടുണ്ടോ? ബെനോക്സിനേറ്റ് എന്നുള്ള ഡ്രഗ് ഉണ്ട്. ഓക്കെ, സോ അത് ഏത് ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് ആണ്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് കേരള PSC അല്ല ചോദിച്ചിരിക്കുന്നത്, വേറെ ഏതോ സ്റ്റേറ്റിൻ്റെ, നമ്മൾ ഒത്തിരി സ്റ്റേറ്റിൻ്റെ നിന്ന് എടുത്തതാണല്ലോ, സ്റ്റേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ബെനോക്സിനേറ്റ് ഈസ് എസ്റ്റർ ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക്, ഡെറിവേറ്റീവ് ഓഫ് പാരാ അമിനോ ബെൻസോയിക് ആസിഡ്, അമൈഡ് ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക്, നൺ ഓഫ് ദ എബോവ്. സോ ഈ പറഞ്ഞ ബെനോക്സിനേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റത്തെയാണ് ആൻസർ. എസ്റ്റർ ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക് മെഡിക്കേഷനാണിത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒഫ്താൽമിക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒഫ്താൽമിക് പ്രിപ്പറേഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഷോർട്ടസ്റ്റ് ആക്ടിങ് ലോക്കൽ അനസ്തെറ്റിക്. കേരള PSC വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിങ് ഏതാണ്? പ്രൊക്കെയിൻ, ടെട്രാക്കെയിൻ, ബുപ്പിവാക്കെയിൻ, റുപ്പിവാക്കെയിൻ. സോ തന്നിരിക്കുന്നതിൽ ഏതാണ് ഷോർട്ടസ്റ്റ് ആക്ടിങ് വരുന്നത്? പ്രൊക്കെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അഡ്രിനാലിൻ ഈസ് ആഡഡ് ടു ദി ലോക്കൽ അനസ്തെറ്റിക് ബിക്കോസ് ഇറ്റ് ഇൻക്രീസസ് ടോക്സിസിറ്റി, ഇറ്റ് ഇൻക്രീസസ് അബ്സോർപ്ഷൻ, ഇറ്റ് റെഡ്യൂസസ് സിസ്റ്റമിക് ടോക്സിസിറ്റി, ഇറ്റ് ഷോർട്ടൻസ് ഡ്യൂറേഷൻ. സോ അഡ്രിനാലിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അഡ്രിനാലിൻ യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു വാസോ കൺസ്ട്രക്ടർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത്തിരി മുന്നേ പറഞ്ഞല്ലോ, വാസോ കൺസ്ട്രക്ടർ ആയിട്ടാണ് നമ്മൾക്ക് അഡ്രിനാലിൻ യൂസ് ചെയ്യുന്നത്. സോ അത് റെഡ്യൂസസ് ദ സിസ്റ്റമിക് ടോക്സിസിറ്റി. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്തുകൊണ്ട് അഡ്രിനാലിൻ യൂസ് ചെയ്യുന്നത്. മൂന്ന് കാര്യമാണ് അതിന് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു വാസോ കൺസ്ട്രക്ടർ ആണല്ലോ. സോ അതുകൊണ്ട് ഇത് പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഡിക്രീസ് ദ ബ്ലീഡിങ് ഇൻ ദ സർജിക്കൽ ഫീൽഡ്. ഓക്കെ, ബ്ലീഡിങ് കുറയ്ക്കും വാസോ കൺസ്ട്രക്ടർ ആയതുകൊണ്ട്. മൂന്നാമത്തെ കാര്യമാണ്, പയ്യാണ് ലോക്കൽ അനസ്തെറ്റിക് അബ്സോർബ് ആവുന്നുള്ളൂ, പയ്യാണ് അബ്സോർബ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റമിക് ടോക്സിസിറ്റി നമുക്ക് കുറവായിരിക്കും. ഇങ്ങനെ മൂന്ന് കാര്യമാണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ അഡ്രിനാലിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോർ അഡ്രിനാലിൻ ഞാൻ ഇത്തിരി മുന്നേ പറഞ്ഞു തോന്നുന്നു, പക്ഷേ അഡ്രിനാലിനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, സോ പക്ഷേ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കേസ് കോൺട്രാ ഇൻഡിക്കേഷൻ കൂടെ ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം, വാസോസ്പാസം ഉള്ള ആൾക്കാർക്ക്, അതുപോലെ എന്തെങ്കിലും നമുക്ക് ഗാംഗ്രീൻ ഉള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്രിനാലിൻ നമ്മൾ കൊടുക്കുന്നില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ അത് വൂണ്ട് ഹീൽ ചെയ്യുന്നതൊക്കെ ഡിലേ ആവാനുള്ള ചാൻസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് RRB ഫാർമസിസ്റ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡെറിവേറ്റീവ്സ് ഓഫ് പാരാ അമിനോ ബെൻസോയിക് ആസിഡീസ്, അമിത്തോക്കൈൻ, ലിഗ്നോക്കെയിൻ, മെപ്പിവാക്കെയിൻ, ബുപ്പിവാക്കെയിൻ. സോ പാരാ അമിനോ ബെൻസോയിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുന്നത് ഏതാണ്? എസ്റ്റർ ലിങ്കേജ് ഉള്ളവരാണല്ലോ പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി പഠിക്കാണ്ട്. എസ്റ്റർ ലിങ്ക് ഉള്ളവരാണ് പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, സോ ഇതിൽ ഏതാണ് എസ്റ്റർ ലിങ്ക് ഉള്ള മെഡിക്കേഷൻ? എസ്റ്റർ ലിങ്ക് ഉള്ളത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത്തിരി മുന്നേ. ഒരു ഐ ഉള്ളത് നോക്കിയാൽ മതി എന്ന്, അമിത്തോക്കൈൻ അല്ലേ. സോ അമിത്തോക്കൈൻ തന്നെയാണ് നമ്മൾ എന്തും വിളിക്കുന്നത്? ടെട്രാക്കൈൻ. ഇനി അത് രണ്ടും മാറിപ്പോയിരുന്നു കേട്ടോ. അമിത്തോക്കൈൻ, ടെട്രാക്കൈൻ രണ്ടും സെയിം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോക്കൽ അനസ്തെറ്റിക് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ സർഫസ് ഓർ ടോപ്പിക്കൽ അനസ്തേഷ്യ? സർഫസിലും നമുക്ക് ടോപ്പിക്കലും മാത്രം ഉപയോഗിക്കുന്ന ഏതാണ്? കൊക്കെയിൻ, ടെട്രാക്കൈൻ, പ്രൊക്കെയിൻ, ബുപ്പിവാക്കെയിൻ. സോ ഇതിന് ആൻസർ ഏതാണ്? കൊക്കെയിൻ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോക്കൽ അനസ്തെറ്റിക്സ് ഈസ് ആൻ എസ്റ്റർ ഓഫ് ബെൻസോയിക് ആസിഡ്? എസ്റ്റർ ലിങ്ക് ഉള്ളത് ഏതാണ്? ലിഗ്നോക്കെയിൻ, പ്രൊക്കെയിൻ, റുപ്പിവാക്കെയിൻ, കൊക്കെയിൻ. എസ്റ്റർ ഓഫ് ബെൻസോയിക് ആസിഡായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൊക്കെയിൻ ആണ്. ഓക്കെ, എസ്റ്റർ ഓഫ് ബെൻസോയിക് ആസിഡ്. വിച്ച് ലോക്കൽ അനസ്തെറ്റിക് ഈസ് യൂസ്ഡ് ഫോർ സർഫസ് അനസ്തേഷ്യ ഓഫ് മ്യൂക്കോസ? ഓക്കെ, മ്യൂക്കോസ സർഫസ് അനസ്തേഷ്യക്ക് ചോദിച്ചിട്ടുണ്ട് എയിംസിന് കണ്ടോ. ലിഗ്നോക്കെയിൻ, ബുപ്പിവാക്കെയിൻ, കൊക്കെയിൻ ആൻഡ് പ്രൊക്കെയിൻ. സോ ഇതിലേതാണ് സർഫസ് അനസ്തേഷ്യ? സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന എന്താണ്? കൊക്കെയിൻ. ഓക്കെ,
സോ കൊക്കെയിൻ സ്ട്രോങ് സർഫസ് അനസ്തേഷ്യ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് കൊക്കെയിൻ എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? എസ്റ്റർ ലോക്കൽ അനസ്തെറ്റിക്സ് ആർ മെറ്റബോളൈസ്ഡ് ബൈ. എസ്റ്റർ ടൈപ്പ് ആണെങ്കിൽ അത് മെറ്റബോളൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെപ്പാറ്റിക് മൈക്രോസോം, പ്ലാസ്മ കൊളൈനെസ്ട്രേസ്, കിഡ്നി, ലങ് എസ്ട്രേസ്. സോ നമ്മൾ അതിൻ്റെ ആൻസർ പ്ലാസ്മ കൊളൈനെസ്ട്രേസ് ആണ്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? എസ്റ്റർ ലിങ്ക് ആണെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും? പ്ലാസ്മ കൊളൈനെസ്ട്രേസ് ആയിരിക്കും മെറ്റബോളൈസ് ചെയ്യുന്നത്. എന്നാൽ അമൈഡ് ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക് ആണെങ്കിൽ മെറ്റബോളൈസ്ഡ് ബൈ ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈംസ്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കോമൺലി യൂസ്ഡ് ലോക്കൽ അനസ്തെറ്റിക് ഇൻ ഡെൻറ്റിസ്ട്രി. ലിഗ്നോകെയിൻ, പ്രൊക്കെയിൻ, ടെട്രാകെയിൻ, കൊക്കെയിൻ. സോ ഡെൻറ്റിസ്ട്രിയിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനസ്തെറ്റിക് ആയിട്ട് ലിഗ്നോകെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ, ലിഗ്നോകെയിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾ ആർ അമൈഡ് ലിങ്ക്ഡ് ലോക്കൽ അനസ്തെറ്റിക്സ് എക്സെപ്റ്റ് ലിഗ്നോകെയിൻ, ബുപ്പിവാക്കെയിൻ, ബെൻസോകൈൻ, റോപ്പിവാക്കെയിൻ. അമൈഡ് ലിങ്കാന്ന് മനസ്സിലാക്കുന്നതിന് 2 I ഉണ്ടാവും അല്ലേ? സോ ഇത് 2 I ഇല്ലാത്തത് ഏതാണ്? ദാറ്റ് ഈസ് എസ്റ്റർ ലിങ്ക് ഉള്ളത് ഏതാണ്? ബെൻസോകെയിൻ. ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് ഏജന്റ് ഇൻവോൾവ്സ് potassium channel opening, inhibition of nerve conduction via blockade of sodium channels, inhibitions of pain receptors, hyperpolarization of neurons via enhanced calcium ion influx. സോ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് അല്ലേ? നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു ബ്ലോക്കേഡ്സ് ഓഫ് സോഡിയം ചാനൽസ് അല്ലേ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ലോക്കൽ അനസ്തെറ്റിക്സ് ആർ ലെസ് എഫക്റ്റീവ് ഇൻ ആൽക്കലൈൻ യൂറിൻ, ഇൻഫ്ലേംഡ് ടിഷ്യൂസ്, ഹൈലി വാസ്കുലർ ടിഷ്യൂസ്, സിനോവിയൽ മെംബ്രെയിൻ. സോ ഇത് എയിംസ് ഫാർമസിസ്റ്റ് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇത്തിരി മുന്നേ പറഞ്ഞു ലോക്കൽ അനസ്തെറ്റിക്സ് ഏറ്റവും ലെസ് എഫക്റ്റീവ് എവിടെയാണ് വരിക? ഇൻഫ്ലേംഡ് അല്ലെങ്കിൽ അസിഡിക് ടിഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ പസ്സുള്ള ടിഷ്യൂസിൽ. ആ ഒരു കേസിൽ നമ്മൾ അണയണൈസ്ഡ് ഫോമിലല്ല നിൽക്കുന്ന, അയണൈസ്ഡ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഒരു 2-3 പോയിൻ്റ് ഇതിൻ്റെ കൂടെ പറയട്ടെ. അതിൽ ക്വസ്റ്റ്യൻസ് കണ്ടില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ADR പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ എക്സാമിന്. സോ കൊക്കെയിൻ്റെ ഒരു ADR നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കൊക്കെയിൻ്റെ ADR ചോദിച്ചാൽ ദാറ്റ് ഈസ് മ്യൂക്കോസൽ ഇറിറ്റേഷൻസ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് നമ്മൾക്ക് ഈ പറയുന്ന മ്യൂക്കോസൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ കൊക്കെയിൻ.